ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. ചിലത് മാച്ച് ആവും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനെ, ചിലത് മാച്ച് ആവില്ല. അപ്പോൾ മാച്ച് ആവണത് എടുക്കുക, മാച്ച് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനായി കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ എത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യണോ അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ, പേഴ്സണൽ കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്തായിരിക്കും അവർ ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ പോണേ, ഈ റിലേഷൻഷിപ്പിൽ എന്താ ഉണ്ടാവുക, ഇതൊക്കെ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് സോഡ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി എന്താണ്? ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ചാരിയറ്റ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ 8 ഓഫ് സോഡ്സ്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഒരു സ്റ്റാഗ്നൻസി ആണ് കാണുന്നത്. ഒന്നും ഒരു മൂവ്മെന്റ് ഇല്ലാത്ത പോലെ. ആരും ആക്ഷൻ എടുക്കണില്ല, നിങ്ങളും ആക്ഷൻ എടുക്കണില്ല, അവരും ആക്ഷൻ എടുക്കണില്ല. അപ്പോൾ എന്തോ ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ടേക്ക് പോകുന്നില്ല. നിങ്ങളുടെ എനർജിയിൽ 7 ഓഫ് സോഡ്സ് ആണ്. 7 ഓഫ് സോഡ്സ് ഒരു ഡിസെപ്ഷൻ്റെ എനർജിയാണ് ആക്ച്വലി. നിങ്ങൾ എന്തോ ഒളിപ്പിക്കണ മാതിരി. അതല്ല വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഈ സിറ്റുവേഷനിൽ ആക്ഷൻ എടുത്താലേ ഇത് മുമ്പോട്ട് പോലൂന്ന്. പക്ഷെ അത് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണ്ട, ആക്ഷൻ എടുക്കാൻ നിങ്ങൾ റെഡി അല്ല. അപ്പോൾ എവിടെയോ ഇത് സെൽഫ് സാബോട്ടാജിങ് എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഒളിപ്പിക്കാൻ നോക്കണം. നിങ്ങളുടെ ഫീലിങ്സ് വേറെ എന്തോ ആണ്, പക്ഷെ നിങ്ങൾ അതിനെ കുറിച്ച് ഓപ്പണായി സംസാരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിൽ ചാരിയറ്റ് ആണ്. ഇവർ മുമ്പോട്ട് പോകാൻ റെഡിയാണ്, മുമ്പോട്ടേക്ക് അവർ പോകണം എന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവർ ഒരു ഡിസിഷൻ എടുക്കാൻ നോക്കണു. എന്താ വേണ്ട അറിയില്ല, പക്ഷെ അവർക്ക് അറിയാം ഇതിൽ ഈ സിറ്റുവേഷനിൽ അവർക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തോ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങളുടെ എനർജിയിൽ 7 ഓഫ് സോഡ്സ് എന്താണ്? എംപറർ എനർജി കാണാണ്ട് ഇവിടെ ഏരീസ് എനർജി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്തോ ആണ്, പക്ഷെ നിങ്ങൾ ചെയ്യണത് വേറെ എന്തോ ആണ്. ഏസ് സോഡ്സ്. ഇവിടെ ക്ലാരിറ്റി വരാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരാനുള്ള സമയമായിരിക്കണു. ഈ പേഴ്സന്റെ എനർജിയിൽ ചാരിയറ്റ് എന്താണ്? അവർക്ക് ഇതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്. അവർക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അവർ ആക്ച്വലി ഓപ്പൺ ആണ് അതിന് വേണ്ടിയിട്ട്. ആൻഡ് അവർ അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാനും തയ്യാറാണ്. പക്ഷെ ഇവിടെ എന്തോ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് അവരുടെ സൈഡിൽ. ഇപ്പോൾ ഇത് വേറെ ആൾക്കാരായിരിക്കും അവരുടെ ലൈഫിലുള്ളത്. എന്തോ ഒരു തേർഡ് പാർട്ടി കോൺഫ്ലിക്റ്റ് ഇല്ല വെച്ചാൽ എന്തോ ഒരു വഴക്കുണ്ട് എനർജി കാണാണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കാണോ ഈ വഴക്കുണ്ടാവണേ, അതല്ല വെച്ചാൽ വേറെ ആരോ ഈ സിറ്റുവേഷനിൽ ഒരു കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണോ, നമ്മൾക്കത് നോക്കാം. പക്ഷെ കറന്റ് സിറ്റുവേഷൻ 8 ഓഫ് സോഡ്സ്. എന്താണ് ഇവിടെ 8 ഓഫ് സോഡ്സ് ഉള്ളത്? ഈ സിറ്റുവേഷനിൽ ഒരു സ്ഥിരത ഇല്ല. ഈ സിറ്റുവേഷനിൽ രണ്ടാളും ഒരു സ്റ്റെബിലിറ്റി അല്ല കൊണ്ടുവരണേ. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ തന്നെ സ്റ്റേബിൾ അല്ല. ഇടയ്ക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കണക്ട് ചെയ്യും, പിന്നെ കണക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു സ്ഥിരത ഇല്ല. അപ്പം എന്തായിരുന്നു പാസ്റ്റിൻ്റെ എനർജി? പാസ്റ്റിൽ എന്തായിരുന്നു? നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 3 ഓഫ് കപ്സ്. പാസ്റ്റിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവിടെ നല്ലൊരു എനർജി കാണാണ്ട്.
ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടണു. അപ്പോൾ ഒരു കോമൺ ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഫ്രണ്ട്സ് ആയാലും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റിയില്ല. ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നന്റ് ഫേസ് വന്നു. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഫീലിങ്സ് ഉണ്ടായിട്ടും ഒന്നും നടന്നില്ല, ഒന്നും മുമ്പോട്ട് പോയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഫീലിങ്സ് നിങ്ങളുടെ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് അന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാരിറ്റി വരാൻ തുടങ്ങും. ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും, അത് എനിക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണോ ഇല്ലയെന്ന്. ആ ക്ലാരിറ്റി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഇത്. നിങ്ങൾ റെഡി ആവും ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്ന ആ ഫീലിംഗ് വരും, ആ ക്ലാരിറ്റി വരും. ഈ പേഴ്സണിന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അവരും നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ നോക്കും. അവർക്കും ഇവിടെ ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. ഈ പേഴ്സൺ ഒരു ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. പക്ഷെ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ വഴക്കുണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ ഇവിടെ എന്തോ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ 5 ഓഫ് സോഡ്സ് ഒരു നെഗറ്റീവ് എനർജിയാണ്. ഈ പേഴ്സന്റെ ലൈഫിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. അവരാണ് ഈ സിറ്റുവേഷനെ കുറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണേ. നിങ്ങളെ കുറിച്ച് എന്തോ നെഗറ്റീവായി പറയണു, നിങ്ങളെ കുറിച്ച് നെഗറ്റീവ് ഇൻഫർമേഷൻ കൊടുക്കണു. അപ്പൊ എന്തോ ഇവിടെ ഉണ്ട് ഒരു തേർഡ് പാർട്ടി. ഇത് അവരുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം. അപ്പോ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ? നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾക്ക് ഒരു സ്റ്റേബിലിറ്റി വേണം റിലേഷൻഷിപ്പിൽ, ഒരു ഫ്യൂച്ചർ വേണം. നിങ്ങൾ ഷുവർ ആവുമ്പോഴേ മുമ്പോട്ടേക്ക് പോലൂ. നിങ്ങൾ രണ്ടാളും ഒരു ഡിവൈൻ പെയറാണ്. നിങ്ങൾ മീറ്റ് ചെയ്തണേ ഒരു കോയിൻസിഡൻസ് അല്ല. എന്താ വെച്ചാൽ ഇവിടെ കുറെ കമ്പാറ്റബിലിറ്റി കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ അട്രാക്ഷൻ മ്യൂച്വൽ ആണ്. ഇവരുടെ ഇന്റൻഷനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ്, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാർട്ട്ണർ ആവാനുള്ള ഇന്റൻഷൻ ആണ് അവരുടെയും ഉള്ളത്. എന്താണ് ഇവിടെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ ഉണ്ടാവുക? ഫ്യൂച്ചർ ആക്ഷനിൽ 5 ഓഫ് പെന്റിക്കിൾസ്. ഇതെന്താണ് ഫ്യൂച്ചർ ആക്ഷനായിട്ട് 5 ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കണേ? നിങ്ങളുടെ എനർജിയിൽ കുറച്ചൊരു ലോ സെൽഫ് കോൺഫിഡൻസ് ഉണ്ട് ടോറസ്. അത് നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഈ പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെഡി ആവാനുള്ള ഈ ചാൻസ് യൂണിവേഴ്സ് തരാൻ പോകുന്നുണ്ട്. പക്ഷെ ആ ശരിയായ സമയത്ത് നിങ്ങൾ ആക്ഷൻ എടുത്തില്ല വെച്ചാൽ ഇത് പിന്നെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും. ഈ പേഴ്സന്റെ ആക്ഷനിൽ 3 ആണ്. അവർ ഒന്നും എനിക്ക് തോന്നുന്നില്ല അവർക്ക് ആക്ഷൻ എടുക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന്. എന്ന് വെച്ചാൽ അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണേ. അപ്പൊ എവിടെയോ നിങ്ങളുടെ ആക്ഷൻ വന്നാലേ ഈ പേഴ്സൺ മുമ്പോട്ട് പോലൂ. ഇവര് കുറച്ചൊരു സീക്രട്ട് വെക്കാണ് ടൈപ്പ് ഓഫ് എനർജിയാണ്. അപ്പൊ അവരുടെ ഫീലിങ്സ് ആദ്യം അവരല്ല ചിലപ്പോൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടി വരും. എന്താണ് ഇവിടെ ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം ഇവിടെ 2 ഓഫ് wands. അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണമെച്ചാൽ ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകാം ഇതിനെ. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനെ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത ഇത് പിന്നെ ക്ലോസ് ഔട്ട് ആവും, ഈ ചാപ്റ്റർ ക്ലോസ് ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. ആ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ജഡ്ജ്മെന്റ്, 8 ഓഫ് കപ്സ്. അപ്പോൾ ഇവിടെ കൂടുതൽ സമയം എടുത്താൽ ഇവിടെ ഒരു ഡിസ്ഇൻട്രസ്റ്റഡ് പോലെ എനർജി വരാൻ തുടങ്ങിയിരിക്കണം. എന്താ വെച്ചാൽ ഒരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. ഈ പേഴ്സൺ എന്താ ആക്ഷൻ എടുക്കാത്തതിന് ഇവർ അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. എന്താ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാത്ത, എന്താ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ, അങ്ങനത്തെയൊക്കെ ഫീലിങ്സ് വരാൻ തുടങ്ങണ മുമ്പേ ആക്ഷൻ എടുക്കുക. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ ഷുവർ ആണ് വെച്ചാ. ഓക്കെ, എന്താ വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് തന്നെ ഈ സിറ്റുവേഷൻ കൊണ്ടുവരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ്. പക്ഷെ അത് ഉണ്ടായാലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുത്തില്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു ഡിസപ്പോയിൻമെന്റ് ആവും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അപ്പോൾ കൺട്രോൾ ഇഷ്യൂസ് ഒക്കെ ലെറ്റ് ഗോ ചെയ്യുക. allow the situation to unfold naturally എന്ന് വന്നിട്ടുണ്ട്. കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കരുത്. റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾ രണ്ടാളുടെയും റിലിജ്യൻ വേറെ വേറെ ആയിരിക്കാം. ഇല്ലച്ച കാസ്റ്റിന്റെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവാം.
ചിൽഡ്രൻ, യുവർ ലവ് ലൈഫ് ഇസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. അപ്പോൾ ഇവിടെ എന്തോ കുട്ടികളുടെ എനർജിയും കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ടോറസ്, ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതല്ലാണ്ട് കമൻറ്റ് ചെയ്ത് ഇത് റെസൊനേറ്റ് ചെയ്തോന്ന് കമൻറ്റ് ചെയ്ത് പറയുക, ക്ലെയിം ചെയ്യുക ഈ റീഡിങ്, ഐ ക്ലെയിം എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.